ആടി ആ സൈനയുടെ മോളെ സ്കൂളിൽ പോണെന്ന് കാണണം. എന്താണ് ഒരു ഹുങ്ക്. സ്കൂളിൽ പോണ കാണുന്നതാണ് ഫാഷൻ പരിപാടിയിൽ പോണ മാതിരിയാണ് സ്കൂളിൽ പോണത്. കുറേ മേക്കപ്പ് ഒക്കെ അങ്ങാണ്ട് ഇട്ടിട്ട് ചുണ്ടൊക്കെ മറ്റേ തത്തമ്മ ചുണ്ട് പോലെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ടേ ചുണ്ടൊക്കെ ഒന്ന് കാണണം. എന്ത് കോലത്തിലാണ് സ്കൂളിൽ പോണത്? ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ആ അതങ്ങനെ വീട്ടുകാരൊന്നും പറഞ്ഞു കൊടുക്കൂല. വീട്ടുകാർ പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനൊന്നും പോകാൻ പാടില്ല മോളെ, ഇങ്ങനെ ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് പോകാൻ പാടില്ല, ആൾക്കാർ എന്തൊക്കെ ചായക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. എൻ്റെ പേരക്കുട്ടി നോക്ക് ഞാൻ സമ്മതിക്കൂല. കല്യാണത്തിന് പോകുമ്പോൾ പോലും ഞാൻ ഇത്രയും ഒരുങ്ങി പോകാനായിട്ട് ഞാൻ സമ്മതിക്കൂല. എന്താണിത് ആൾക്കാരിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്? ആൾക്കാരെന്ത് വിചാരിക്കും? അത് മാത്രമല്ല, പിന്നെ ഇന്നലെ ആ കൊച്ചു സ്കൂൾ വിട്ട് വന്നപ്പോഴേ വഴിയിൽ ചെക്കൻ്റെ ഒക്കെ നിന്ന് സംസാരിക്കണത് ആരങ്ങാടൊക്കെ കണ്ടിട്ട് അവള് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ. നീ ഇതൊക്കെ അറിഞ്ഞായിരുന്നാ? ഇല്ലേ, അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നീ ഇതിപ്പോൾ ആരോട് പറയാനൊന്നും നിൽക്കട്ടെട്ടാ. പിന്നെ പറയണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സത്യമല്ലേ കാര്യം, നമ്മൾ നോണൊന്നും പറഞ്ഞുണ്ടാക്കിയതല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, പുറത്തുനിന്ന് അറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അതിന് നാട്ടുകാർക്കൊക്കെ പറയാൻ ഈ കാര്യം എല്ലാവർക്കും അറിയാം. നാട്ടിൽ മുഴുവൻ പാട്ടായില്ലേ ഈ കാര്യമൊക്കെ. ഇത്രയും ലിപ്സ്റ്റിക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ സ്കൂളിൽ പോയിട്ടേ ഓരോരോ പ്രശ്നത്തിൽ ചെന്ന് ഇങ്ങനെ ചാടുക കൊച്ചി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. കൂട്ടുകാരനാണ് കൂട്ടുകാരനാണ് എന്നൊക്കെ പറയുക അവർ. അതൊക്കെ ഒരു ഇതല്ലേ, ഒരു വർത്താനല്ലേ ഇതൊക്കെ ഇങ്ങനെ പറയണത്. എന്നാലും വീട്ടിൽ വരേണ്ട സമയത്ത് വഴിയിലൊക്കെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ? അങ്ങനെയൊക്കെ ചെയ്യാവോ? പെൺപിള്ളേര് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അതൊന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ല. അവർക്ക് വീട്ടുകാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തൂടി കാര്യങ്ങളൊക്കെ. ആഹാ ഞാനാണിതെന്ന് പറഞ്ഞാൽ നീ ആരോട് പറയണ്ടട്ടാ. സത്യം തന്നെയാണ്. എന്നാൽ ആരോട് ഞാൻ പറഞ്ഞെന്ന് നീ ആരോട് പറയണ്ട. പുറത്തുനിന്ന് ഇങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ശരിയടി, എന്നാ ഒച്ച വെച്ചോ വെച്ചോ. ശരി, ഓക്കെ, ബായ്. ഇനിയിപ്പോൾ ആരെ വിളിച്ച് പറയും? കുറേ പേരെ വിളിച്ച് പറഞ്ഞു. നോക്കാം.